പാലക്കാട് മലമ്പുഴയിൽ കാണാതെയായ യുവാവിന്റെ മൃതദേഹം അല്പസമയം മുൻപ് തിരച്ചിലിൽ കണ്ടെത്തി. മലമ്പുഴ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് കടുവാച്ചാലിന് സമീപം കുളിക്കാനിറങ്ങിയതായിരുന്നു യുവാവ്. മലപ്പുറം പരിയാപുരം സ്വദേശി ചെക്കുമാരകത്തിൽ വീട്ടിൽ സലീമിന്റെ മകൻ 22 വയസ്സുള്ള ഷെമിലാണ് മരിച്ചത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, വലിയ നിരാശയാണ് എന്തായാലും ഈ തിരച്ചിലിനൊടുവിൽ മൃതദേഹം കണ്ടെത്തി എന്നുള്ളതാണ്. എങ്ങനെയാണ് വിവരങ്ങൾ അരുൺ? രാഖി, ഇന്നലെയാണ് ഈ ഒരു 12 അംഗ സംഘം മലപ്പുറത്ത് നിന്നുള്ള വിദ്യാർത്ഥികളുടെ ഒരു പ്രൈം കോളേജ് എന്ന കോളേജിൽ നിന്നുള്ള 12 അംഗ വിദ്യാർത്ഥി സംഘം മലമ്പുഴ ഡാമിലേക്ക് എത്തുന്നത്. അതിനുശേഷം അവർ ഞാനീ നിൽക്കുന്ന ഭാഗത്തേക്ക് കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു. അങ്ങനെ കുളിക്കാൻ ഇറങ്ങിയ യുവാക്കളിൽ ഒരാളാണ് ഈ ഡാമിനകത്ത് പെട്ടുപോയത്. ആ പെട്ടുപോയ യുവാവിന് വേണ്ടിയുള്ള വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നലെ രാത്രി വരെ നടത്തി. ഇരുട്ടായതോടുകൂടി തന്നെ പിന്നീട് തിരച്ചിൽ നിർത്തിവെക്കുകയായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ സ്കൂബ ടീം ഉൾപ്പെടെ എത്തി ബോട്ടൊക്കെ കൊണ്ടുവന്നിട്ടുള്ള തെരച്ചിലാണ് നടത്തിയത്. അങ്ങനെ ആ തെരച്ചിലിനൊടുവിൽ ഇപ്പോൾ ആ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. മലപ്പുറം പരിയാപുരം സ്വദേശി ചെക്കുമാരകത്തിൽ വീട്ടിൽ സലീമിൻ്റെ മകൻ ഷെമിൽ എന്ന 22 വയസ്സുകാരനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. മലമ്പുഴ അണക്കെട്ടിൽ വൃഷ്ടിപ്രദേശത്തുള്ള കടുവച്ചാലിന് സമീപമാണ് ഇവർ കുളിക്കാൻ ഇറങ്ങിയത്. പാലക്കാട് ഇരട്ടിയാലിലെ സ്വകാര്യ കോളേജിലെ ഫാർമസി 7ാം സെമസ്റ്റർ വിദ്യാർത്ഥിയാണ് ഷെമിൽ എന്നുള്ളതാണ്. ഏതായാലും ഈ വിദ്യാർത്ഥി സംഘം ഇവിടെ കുളിക്കാൻ വേണ്ടി എത്തി. അതിനുശേഷം അവർ ഈ വെള്ളത്തിൽ അകപ്പെട്ട് പോവുകയായിരുന്നു എന്നുള്ളതാണ്. ഈ പ്രദേശമാണെങ്കിൽ വലിയ അപകടകരമായിട്ടുള്ള പ്രദേശമാണ്. കാരണം മലമ്പുഴ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശമാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ നമുക്ക് കാണാനൊക്കെ വലിയ മനോഹരമായിട്ടുള്ള മേഖലയാണ്. ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ മലയും കുന്നും ജലാശയവും ഡാമിൻ്റെ വെള്ളവും ഒക്കെ ആയിട്ട് കാണാൻ നല്ല മനോഹരമാണ്. പക്ഷേ വലിയ രീതിയിൽ അപകടം പതിയിരിക്കുന്ന മേഖലയാണിത് എന്നുള്ളതാണ്. ഇവിടെ ഇറങ്ങുന്നതിന് നിരോധനമുണ്ട്. പക്ഷേ ആളുകൾ അതൊക്കെ ലംഘിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ എത്തിയിട്ടാണ് ഇപ്പോൾ യുവാവ് ഇവിടെ അകപ്പെട്ടിരിക്കുന്നത്. ഇത് ശരിക്കും വൃഷ്ടിപ്രദേശത്തേക്ക് ആളുകൾക്ക് ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ അത് മറികടന്ന് ആളുകൾ എത്തുന്നതാണ് അപകടത്തിന് വേണ്ടി. അങ്ങനെ കയറി വരുന്നത്. കാരണം വൈകുന്നേര സമയങ്ങളിൽ ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഇവിടെ വൻ ജനങ്ങളാണ് ഈ വെള്ളം കാണാനും ജലാശയങ്ങളിലേക്ക് കയറുകയാണ്. പക്ഷേ അങ്ങനെ ഇതുണ്ട്, ഇവിടെ എല്ലാം തുറന്ന് കിടക്കല്ലേ. അപ്പോൾ ഇതിനകത്തോട്ട് ഈസി ആയിട്ട് അസസ് ചെയ്യാം, ഉള്ളോട്ട് കയറാൻ പറ്റും. അങ്ങനെ കയറി വന്ന് ഈ ചെറിയ വെള്ളമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ഇറങ്ങി ചെല്ലും. പക്ഷേ വലിയ വലിയ കുഴികൾ അതിനകത്ത് പതിഞ്ഞിരിപ്പുണ്ട്, അതിനകത്ത് പെട്ടുപോവാണ്. പിന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അക്കരെ വളരെ അടുത്താന്ന് തോന്നുകയാണ്. പക്ഷേ ഇത് വളരെ ദൂരത്തിലാണ്. കുറച്ച് നീന്തൽ അറിയാവുന്ന ആൾക്കാരാണ് ചെന്നിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ തിരിച്ചു വരാൻ പറ്റുന്നില്ല, കുഴഞ്ഞു പോവാണ്. അതിൽ നല്ല കാറ്റിൻ്റെ ശക്തിയാണ്. തുഴഞ്ഞ് കയറുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. ഇതിപ്പോൾ എന്താണ് സംഭവിച്ചത്? എത്ര വിദ്യാർത്ഥികൾ വന്നാണ്? ഇന്നലെ 12 പേര് 6 ബൈക്കിലായിട്ട് വന്നെന്നാണ് പറഞ്ഞത്. അവർ വന്നിട്ട് ഇവിടെ കുളിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയായിരുന്നു. അതിൽ ഒരാൾ പെട്ടെന്ന് അങ്ങോട്ട് നീന്തി പോയതാണ്. അപ്പോൾ അവർ പോയത് പേർ പറഞ്ഞാൽ അവർ തിരിച്ച് വിളിച്ച് ഇങ്ങോട്ട് കയറുന്നതിൻ്റെ ഇടയിലാണ് അവർ തന്നു പോയെന്നാണ് പറഞ്ഞത്. ഇതിന് മുൻപ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ഇതേ സ്പോട്ട് 2 പേര് ഇവിടെ പോയതാണ്. നമ്മൾ തന്നെ മുങ്ങിയെടുത്തതാണ് സംഭവം. അതുതന്നെയാണ്, സ്ഥിരമായിട്ട് അപകടങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസ് ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും നിലവിൽ ഈ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും ഈ മലമ്പുഴ ഡാമിലേക്ക് നമ്മൾ ചാനലിനോട് തന്നെ, ജനം TV യോട് തന്നെ ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ നിരവധി തവണ പരാതിപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ അവധി സമയമാവുമ്പോൾ ആളുകൾ മലമ്പുഴ ഡാം കാണാനെത്തി പിന്നീട് ഈ കാച്ച്മെൻറ്റ് ഏരിയയിലേക്ക് വൃഷ്ടിപ്രദേശത്തേക്കൊക്കെ വന്ന് ഇവിടെ ഡാമിനകത്തേക്ക് ഇറങ്ങുന്നു, വലിയ രീതിയിൽ ഡാം മലിനമാക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള പരാതികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് നമ്മൾ നിരവധി തവണ വാർത്തകളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത്തരത്തിൽ ഈ പ്രദേശത്തേക്ക് ഇറങ്ങുന്നത് അപകടകരമാണെന്നുള്ളത്. പക്ഷേ അതിനൊക്കെ മറികടന്ന് ഒരുപാട് ആളുകൾ ഈ മലമ്പുഴ ഡാമിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ്. കാണുമ്പോൾ വളരെ സൗമ്യമായിട്ട് തോന്നും, വളരെ മനോഹരമായിട്ട് തോന്നും. പക്ഷേ ഈ വെള്ളം അതിൽ വലിയ രീതിയിൽ ആഴത്തിലുള്ള കുഴികളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥി സംഘത്തിൽ 12 പേരെ അടങ്ങുന്ന സംഘം കുളിക്കാൻ ഇറങ്ങിയതിന് ശേഷം അതിൽ ഈ ഷെമിൽ എന്ന വിദ്യാർത്ഥി നീന്തി കുറേ ദൂരത്തേക്ക് പോകുന്നു. മറ്റു കൂടെയുള്ള വിദ്യാർത്ഥികൾ ഇത് അപകടകരമാണ്, നീന്തി പോകരുത്, തിരിച്ചു വരണമെന്ന് പറയുന്നു. അങ്ങനെ തിരിച്ചു വരുന്നതിന് ഇടയ്ക്ക് കൈയും കാലൊക്കെ കുഴഞ്ഞ് വെള്ളത്തിനകത്തേക്ക് പൂന്നു പോയതാണ് എന്നുള്ളതാണ്. പിന്നീട് ചെളിയും മറ്റുമൊക്കെ ആയതുകൊണ്ട് ഉള്ളിലേക്ക് ആളുകൾ പോയി കഴിഞ്ഞാൽ രക്ഷയ്ക്ക് എടുക്കുക എന്നുള്ളത് വലിയ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. കുളിക്കാൻ ഇറങ്ങിയ വിദ്യാർത്ഥിയാണ് അപകടത്തിൽപ്പെട്ടത്. അതെ, വിനോദയാത്രയ്ക്കെത്തിയ സംഘത്തിലെ വിദ്യാർത്ഥി 12 അംഗ സംഘമായിരുന്നു പോയത്. പക്ഷേ അതിലെ ഷെമിലിൻ്റെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയത്. വലിയ വിഷമം തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ വല്ലാതെ നിരാശപ്പെടുത്തുന്ന വാർത്തയാണ് അല്ലേ. ഈ തെരച്ചിലിനൊടുവിൽ ആ യുവാവിനെ ജീവനോടെ എത്തിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ് നാട്ടുകാർ അടക്കമുള്ളവർ. പക്ഷേ നിരാശയായിരുന്നു ഫലം എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും കുറച്ച് ജാഗരൂകരാണ്, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ, വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കളൊക്കെ. കാരണം ഈ ഒരു വെക്കേഷൻ ടൈം അല്ലെങ്കിൽ ഇപ്പോൾ
മഴക്കാലമാണ്. മഴക്കാലമാകുമ്പോൾ തന്നെ പല പുഴകളിലും ഇറങ്ങുമ്പോൾ വളരെ പെട്ടെന്നായിരിക്കും ജലനിരപ്പ് ഉയരുക. ശാന്തമാണ് എന്ന് ഒഴുക്ക്, തോന്നുന്നു, അതെ, പക്ഷേ ആറ്. ഇറങ്ങി കഴിയുമ്പോഴാണ് ഒഴുക്ക് വർദ്ധിക്കുന്നതും ഒക്കെ. എന്തായാലും അല്പമൊന്ന് ജാഗ്രത എടുക്കുക. നമ്മളെല്ലാവരും പാലിക്കുക അല്ലേ?